ഞാനിന്ന് ചക്കക്കുരുവും മാങ്ങയും ഇവിടെ വയ്ക്കാനാണ് പ്ലാനിട്ട്. പക്ഷേ അന്നേരം ചക്കക്കുരു മുമ്പ് 2 മുരിങ്ങക്കോലിൻ്റെ 2 പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടു. അപ്പോൾ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കോലും കൂടെ നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. ചക്കക്കുരു വൃത്തിയായിട്ട് കഴുകി എല്ലാം ഞാനിത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വരാം. നമ്മൾ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ചക്കക്കുരു വെന്തപ്പോൾ ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇടുന്നതിന് മുമ്പ് നമുക്ക് ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുക്കാവേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം മാങ്ങ ഇട്ട് കഴിഞ്ഞ് നമുക്കിതിങ്ങനെ ഉടച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം മാങ്ങ എല്ലാം ഉടഞ്ഞു പോകും. അപ്പം നമുക്ക് വെന്ത സൈഡിൽ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ചക്കക്കുരു മാങ്ങ ഇട്ടാൽ മതി. ചക്കക്കുരു ശരിക്കും ഉടഞ്ഞിട്ടുണ്ട്. ആ മുരിങ്ങക്കോലെടുത്ത് മാറ്റിയിട്ട് വേണം കേട്ടോ ഉടയ്ക്കാൻ. അല്ല മുരിങ്ങക്കോൽ ഉടഞ്ഞു പോകും. പിന്നെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് റെഡിയാക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് ചക്കക്കുരുവിന് ഒരു അരപ്പ് റെഡിയാക്കാം. തേങ്ങ കുറച്ച് മതി കേട്ടോ, ഒത്തിരി തേങ്ങ വേണ്ട. ഇതുണ്ട് കാന്താരി, 3 വെളുത്തുള്ളി, 2 ചെറുള്ളി പിളർന്നെടുത്താണ്, മഞ്ഞൾപ്പൊടി, ചക്കക്കുരുവിന് മല്ലിപ്പൊടി മസ്റ്റായിട്ടും വേണം കേട്ടോ. മല്ലിപ്പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മല്ലിപ്പൊടി ഇടുമ്പോഴാണ് നമുക്ക് ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് കറിക്ക് വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ജീരകമൊന്നും അരയ്ക്കരുത്. ജീരകമൊന്നും അരച്ചാൽ ചക്കക്കുരു കറി കൊള്ളില്ല. ചക്കക്കുരു കറീൻ്റെ ശരിക്കും ടേസ്റ്റ് കിട്ടണമെങ്കിൽ മല്ലിപ്പൊടി, കാന്താരി, 2-3 ചെറിയ വെളുത്തുള്ളി, ചെറുള്ളി, ഇത്രയും സാധനം മതി. നമുക്കിനി അരച്ചിട്ട് വരാം. അരച്ചുകൊണ്ടുവന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കോലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് തിളയ്ക്കണ്ട. നന്നായിട്ട് തിള പൊന്തി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. തിളച്ച് അങ്ങ് മറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വരും. ഓക്കെ, നമുക്ക് കടുക് വറുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു, മുരിങ്ങക്കോലും മാങ്ങ കറി ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.